കാൽ പ്രിയരെ, ഡോക്ടേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ക്രിസ്തയേശുവിൽ വിശ്വസിക്കുന്ന വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും പ്രഗത്ഭരായിരിക്കുന്ന ചില ഡോക്ടർമാരുമായി സംസാരിക്കുവാൻ, അവരുടെ പ്രൊഫഷനെക്കുറിച്ച്, അവരുടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ചിലത് മനസ്സിലാക്കുവാൻ നല്ലൊരു അവസരം എടുക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ. ഇന്ന് ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ജേക്കബ് ഫിലിപ്പാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായി പ്രവർത്തിക്കുന്നു താങ്കൾ. ഇന്ന് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഡോക്ടർ, താങ്കൾക്ക് സ്വയം നമ്മുടെ വ്യൂവേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ കഴിയുമോ? ഞാൻ തിരുവനന്തപുരം പട്ടണത്തിൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായിട്ട് കഴിഞ്ഞ 17 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിലാണ് ഞാൻ എൻ്റെ പ്രാക്ടീസ് തുടങ്ങിയത്. ഇപ്പോൾ വേറെ 2 ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നു. ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജിയാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. ഞാൻ കർത്താവിനെ അറിഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഏകദേശം 10 വർഷമായിട്ടുണ്ട്. താങ്കളുടെ പഠനമെല്ലാം തിരുവനന്തപുരം പട്ടണത്തിൽ തന്നെ ആയിരുന്നു? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ 1983 MBBS ജോയിൻ ചെയ്തു. അതിനുശേഷം MD, DM 2 കോഴ്സും കൂടെ ചെയ്യാൻ എനിക്ക് അവിടെ കഴിഞ്ഞു. 98 ഞാൻ അവിടെ നിന്ന് പാസ് ഔട്ട് ചെയ്ത ശേഷം കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായിട്ട്. ഗ്യാസ്ട്രോ എൻട്രോളജി അന്ന് പ്രൈവറ്റ് സെക്ടറിൽ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് സെക്ടറിൽ ആദ്യമായി ഒരു ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങാൻ വേണ്ടിയുള്ളൊരു അവസരം എനിക്കുണ്ടായി. ആ സ്ഥലത്ത് തന്നെ ഞാൻ ഇത്രയും നാളായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ 2-3 അല്ലാതെ വേറെ ഹോസ്പിറ്റൽസും ഞാൻ വർക്ക് ചെയ്യുന്നു. ഡോക്ടർ, ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇത് മെറിറ്റിൽ കയറുന്ന ഒരു അഡ്മിഷൻ ആയിരിക്കും അല്ലേ? വർ യു എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ് ഓൾവേസ്? ഇപ്പോൾ ആവറേജ് ആയിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴും ടോപ്പ് 4-5 ഞാൻ വന്നുകൊണ്ടിരുന്നു. പേരൻസ് ടീച്ചേഴ്സായിരുന്നു. അവരെപ്പോഴും പഠിക്കാൻ എനിക്ക് ഇൻസ്പിറേഷൻ തന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഒരു അക്കാഡമിക്കലി ഒരു ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ എനിക്ക് മുന്നോട്ട് വരാൻ ദൈവകൃപ ഉണ്ടായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാം അതുപോലെ മെറിറ്റിൽ? പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം MBBS കഴിഞ്ഞ് 1 ഇയർ ഞാൻ വെയിറ്റ് ചെയ്ത് MDക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. ഓൾ ഇന്ത്യ എൻട്രൻസിലാണ്. പിന്നെ DM-നും ഞാൻ ഉദ്ദേശിച്ച ഗ്യാസ്ട്രോ എൻട്രോളജി സ്പെഷ്യാലിറ്റി തന്നെ എനിക്ക് അധികം വിഷമിക്കാതെ എന്നൊരു ചാൻസ് കിട്ടി. അതെല്ലാം അതിനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി തന്നു. അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനിൻ്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കളുടെ ഈ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്ന ഫീൽഡ് ഗ്യാസ്ട്രോ എൻട്രോളജി, ഇത് ശരിക്കും എന്താണ് എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഗ്യാസ്ട്രോ എൻട്രോളജി സിമ്പിളായി പറഞ്ഞാൽ ഉദരരോഗ വിഭാഗമാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് ഓർഗൻ, നമ്മുടെ ദഹന സംബന്ധമായ അവയവങ്ങൾ, അന്നനാളം, കുടൽ, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, കരൾ, പാൻക്രിയാസ്, ഇത്രയും അവയവങ്ങളുടെ രോഗങ്ങളാണ് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ പ്രധാനമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഹെപ്പറ്റോളജി ഗ്യാസ്ട്രോ എൻട്രോളജി ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ്. ലിവർ ആണ് ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് സോളിഡ് ഓർഗൻ, ഡൈജസ്റ്റീവ് ഓർഗൻ. അപ്പോൾ ലിവറിന് ദഹനേന്ദ്രിയത്തിലൊരു പങ്കുണ്ട്. ലിവർ നമ്മൾ സാധാരണ അറിയുന്നത് മഞ്ഞപ്പിത്തമാണ് ലിവർ ഡിസീസായിട്ട് നമ്മൾ അറിയുന്നത്. പക്ഷേ ലിവർ ഇസ് ബേസിക്കലി എ ഡൈജസ്റ്റീവ് ഓർഗൻ. അപ്പം ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ ഒരു ഭാഗമാണ് ലിവറിൻ്റെ ഡിസീസ്. ഇപ്പോൾ ലിവർ ഡിസീസ് നമ്മുടെ രാജ്യത്ത് വളരെയധികം കൂടി വരികയാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, ആൽക്കഹോൾ യൂസ്, നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റം, ഫ്രൈഡ് ഫുഡ്സിൻ്റെയും സ്വീറ്റ്സിൻ്റെയും സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയും ആൽക്കഹോളിൻ്റെയൊക്കെ ഉപയോഗം കാരണം ഫാറ്റി ലിവർ ഒരു വലിയ എപ്പിഡമിക്കായിട്ട് തീർന്നിരിക്കുകയാണ്. അങ്ങനെ സിറോസിസ്, ഡയബറ്റിസും ലിവറിനെ ബാധിക്കും. അങ്ങനെ ലിവർ ഡിസീസ് ഇപ്പോൾ വളർന്നു വരുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ, പ്രത്യേകിച്ച് കേരളത്തിൽ ലിവർ ഡിസീസ് വളരെ കൂടുതൽ. അപ്പോൾ ആഹാരം ദഹിപ്പിക്കുന്ന പ്രശ്നങ്ങൾ തൊട്ട് കള്ളു കുടിച്ചുണ്ടാകുന്ന പ്രയാസങ്ങൾ വരെ എല്ലാം ഡോക്ടറെ ട്രീറ്റ് ചെയ്യുന്നല്ലേ? ഓക്കെ. അപ്പോൾ മദ്യപാന സംബന്ധമായിരിക്കുന്ന രോഗങ്ങളുമായി ആരെങ്കിലുമൊക്കെ താങ്കളുടെ അടുക്കൽ വരികയാണെങ്കിൽ യഥാർത്ഥമായും ഈ മദ്യപാനം നിർത്താൻ അഡ്വൈസ് ചെയ്യാറുണ്ടോ? യെസ്, മദ്യപാനം നിർത്തുന്നതാണ് ലിവർ ഡിസീസ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ പലരും മദ്യപാനത്തിലേക്ക് പോകുന്നത് അവരുടെ സ്ട്രെസ്സും, അവർക്ക് വേറെ ഒരു രീതിയിലും അവർക്ക് ഉല്ലാസത്തിനുള്ള കാര്യങ്ങളില്ലാതിരിക്കുക, സ്ട്രെസ്സിൽ നിന്ന് റിലീവ് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല. അങ്ങനെയാണ് ആൾക്കാർ മദ്യപാനം അതിനൊരു സൊല്യൂഷനാണെന്നുള്ള ഒരു വ്യാജ വിശ്വാസത്തിലാണ് മദ്യപാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളവരെ കൗൺസിൽ ചെയ്യുന്നു. മദ്യം നിങ്ങളുടെ ആരോഗ്യത്തെയും മനസ്സിനെയും കുടുംബത്തെയും നശിപ്പിക്കുക മാത്രമേ ഉള്ളൂ, അതൊന്നിനും ഒരു സൊല്യൂഷനല്ല എന്ന് നമ്മളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ, പിന്നെ മദ്യം തുടർന്നുള്ള അവരുടെ ശാരീരിക ഭവിഷ്യത്ത് പറഞ്ഞ് മനസ്സിലാക്കുമ്പം ഇതൊക്കെ ചെയ്താലും ഒരു പകുതി ആൾക്കാരെ മദ്യപാനത്തിൽ നിന്ന് വെളി വരാൻ പറ്റുന്നുള്ളൂ. ഡോക്ടർ, മദ്യം എന്ന് പറയുന്ന ഈ കാര്യം ഒരുപാട് പേര് ആശ്വാസത്തിനായി ആശ്രയിക്കുന്ന ഒരു സംഗതിയാണ്. മദ്യത്തിന് ശരിക്കും നമുക്ക് ആശ്വാസം തരുവാൻ തക്കവണ്ണം ശക്തിയുണ്ടോ?
മദ്യം താൽക്കാലികമായൊരു മരവിപ്പ് മാത്രമാണ് നമുക്ക് തരുന്നത്. നമ്മുടെ സ്ട്രെസ്സിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും ആങ്സൈറ്റിയിൽ നിന്നും തൽക്കാലത്തേക്കൊരു വിടുതൽ. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത് ഒരു സൊല്യൂഷനല്ല. ആ മദ്യം നമ്മളെ അഡിക്റ്റ് ആക്കുക, നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ്, നമ്മൾ ഒരു അടിമത്തത്തിലേക്ക് വീഴുകയാണ്. ആ മദ്യത്തിൻ്റെ ഇഫക്റ്റ് കഴിയുമ്പോൾ വീണ്ടും അതിൽ കൂടുതൽ മദ്യം കഴിക്കാൻ വേണ്ടി അവർക്ക് ഒരു പ്രചോദനം വരുന്നു. അത് നമ്മളെ മദ്യത്തിന് അടിമയാക്കുന്നു. തൽക്കാലം കിട്ടുന്ന ആ മരവിപ്പിന് വേണ്ടി നമ്മുടെ ജീവിതവും ആരോഗ്യവും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും കുടുംബ ബന്ധങ്ങളും എല്ലാം തകർക്കുകയാണ്. ആ മദ്യപാനം ഒരു സാത്താൻ്റെ ഏറ്റവും മനുഷ്യനെ അടിമപ്പെടുത്താനുള്ള വലിയൊരു മാർഗമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ ടെലിവിഷൻ കാണുമ്പോൾ, ചിലപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ ചെന്ന് ഇരിക്കുമ്പോഴൊക്കെ പുകവലിയുടെ ഹാനികരമായ ഇഫക്ട്സിനെ കുറിച്ച്, മൗത്തിനകത്ത് ക്യാൻസർ വരുന്നതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ അവിടെ ജനത്തെ ഇതിൽ നിന്ന് ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ തക്കവണ്ണം ശ്രമിക്കുന്നതിന് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള വിപത്തുകൾ എന്തെങ്കിലും മദ്യം അമിതമായി പാനം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകാറുണ്ടോ? തീർച്ചയായും മദ്യം പാനം ചെയ്യുന്നതുകൊണ്ടാണ് സിറോസിസ് ലിവർ എന്നുള്ള മാരകമായ കരൾ രോഗം നമ്മളിപ്പോൾ വളരെ ന്യൂസിലും ഒക്കെ വളരെ കേൾക്കുന്നുണ്ട്. ഒത്തിരി സെലിബ്രിറ്റീസിനും ആക്ടേഴ്സിനും അവരെല്ലാം മദ്യം കഴിച്ചിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. സിറോസിസ് ലിവറിനെ പറ്റിയുള്ള അവയർനെസ് വളരെ കൂടി വരിക. മദ്യം അമിതമായി കഴിക്കുന്ന ആർക്കും മദ്യം കഴിക്കാത്തവർക്കും സിറോസിസ് വരും. പക്ഷേ സിറോസിസ് ലിവർ മദ്യപാനത്തിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്തിൽ ഒന്നാണ്. ഈ സിറോസിസ് ഒക്കെ വരികയാണെങ്കിൽ മരണം പെട്ടെന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ടോ, അതോ വളരെ വേദനിക്കുന്ന? സിറോസിസിൻ്റെ കുഴപ്പം വളരെ വേദനിപ്പിക്കുന്ന മരണം, വളരെ കഷ്ടപ്പെട്ടുള്ള മരണമായിരിക്കും. രക്തം ഛർദ്ദിച്ചും സുബോധം നഷ്ടപ്പെട്ടും വയറ് വീർത്ത് നീര് നിറഞ്ഞും വയറിൽ നിന്ന് പല പ്രാവശ്യം നീര് കുത്തിയെടുത്തും അങ്ങനെ യാതന വളരെ കഷ്ടപ്പെട്ടാണ് സിറോസിസ് ഉള്ളവർ ജീവിത അവസാനം എത്തുന്നത്. ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് സിറോസിൻ്റെ ഒരു പ്രതിവിധി. സ്ഥിരമായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരായുസിൻ്റെ മധ്യത്തിൽ വെച്ച് ഇതുപോലെ ലിവറിന് ഭയങ്കര ഡാമേജ് ഉണ്ടായിട്ട് മദ്യപാനം നിർത്തിയാൽ ലിവർ തിരികെ ശരിപ്പെടാൻ സാധ്യതയുണ്ടോ? അത് ഏത് സ്റ്റേജിൽ നിർത്തുന്നു എന്നുള്ള. സിറോസിസ് അഡ്വാൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിപ്പെടില്ല. സിറോസിസ് എസ്റ്റാബ്ലിഷ് സിറോസിസ് ആകുന്നതിന് മുമ്പ് അതിൻ്റെ ഏർലി സ്റ്റേജിൽ നിർത്തിയാൽ ശരിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെ ലിവറിനെ റീജനറേറ്റ് ചെയ്യും. ലിവർ ഒരു പരിധി കൂടുതൽ നശിച്ചു പോയി കഴിഞ്ഞാൽ അതിനെ റീജനറേഷൻ കപ്പാസിറ്റി ദൈവം കൊടുത്ത ആ റീജനറേഷൻ കഴിവും കൂടെ നശിച്ചു പോകും. പിന്നെ ലിവറിന് ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ലിവർ ഡാമേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ? ലിവറിന് വേറെ ഒരു പ്രശ്നം, അതിന് ഇനീഷ്യൽ സ്റ്റേജിൽ സിംറ്റംസ് ഇല്ല. അപ്പോൾ നമ്മൾ ലിവർ ടെസ്റ്റ് ചെയ്ത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താലേ ഈ റിവേഴ്സിബിൾ സ്റ്റേജിൽ ലിവർ ഡാമേജ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മദ്യപാനിക്കുന്ന ഒരാൾക്ക് സിംറ്റം വരുമ്പോൾ അത് ഇറിവേഴ്സിബിൾ സ്റ്റേജിലാണ് മിക്കവാറും അത് കണ്ടുപിടിക്കുന്നത്. പിന്നെ മദ്യം നിർത്തിയാലും അത് പൂർണ്ണമായി നോർമലിലേക്ക് വരുന്നില്ല. ബൈ ചാൻസ് വേറെ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്, എക്സിക്യൂട്ടീവ് ചെക്കിലൊക്കെ ലിവർ കണ്ടുപിടിച്ച് നേരത്തെ മദ്യം നിർത്തുന്ന പലർക്കും ലിവർ തിരിച്ച് നോർമലിലേക്ക് വരും. ചെക്കപ്പിന് പോകുന്നത് നല്ലതാണ്. കർത്താവിൽ പ്രിയരേ, ബഹുമാന്യനായ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, മദ്യപാനം ശരിക്കും നമ്മളെ ആശ്വസിപ്പിക്കുകയല്ല ചെയ്യുന്നത്, പതിയെ പതിയെ അടിമയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് ആ മദ്യത്തിൻ്റെ ആസക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പരസഹായം കൂടാതെ വിട്ടൊഴിയുവാൻ പലപ്പോഴും വളരെ അസാധ്യമായി തീരുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവവചനത്തിൻ്റെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്നാണ്. ആ മന്ദിരത്തെ നശിപ്പിക്കരുത് എന്നും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവനോട് പ്രതികരിക്കുന്നത് കർത്താവ് തന്നെ ആയിരിക്കുമെന്നും ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, യഥാർത്ഥത്തിൽ അവൻ പ്രതികരിക്കുമ്പോൾ, നമ്മളെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് തോന്നുമ്പോൾ, നമുക്ക് അതിന് വരുന്ന ശിക്ഷ എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികമായി വരുന്ന തകർച്ചകളാകാം. ചിലപ്പോൾ ശരീരത്തിൽ ബഹുമാന്യനായ ഡോക്ടർ പറഞ്ഞതുപോലെ അതിവേദനയുള്ള ഭയങ്കരമായ ഒരു മരണത്തിലേക്ക് കാത്തുകിടക്കുന്ന മന്ദമന്ദം നടക്കുന്ന ഒരു അനുഭവമാകാം. ഇതിൽ നിന്ന് വിട്ടൊഴിയുവാൻ ആവശ്യമുള്ളത് ചെയ്യേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. പ്രാർത്ഥിക്കുമെങ്കിൽ യേശു നമുക്ക് വിടുതൽ തരുവാൻ മതിയായവനാണ്. അവൻ നമ്മളോട് പറയുന്നത്, ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, മദ്യപാനി സ്വർഗരാജ്യത്തെ അവകാശമാക്കിയില്ല. അപ്പോൾ നമുക്ക് ആത്മീകമായ വിപത്തുകളുണ്ട്, ശാരീരികമായ വിപത്തുകളുണ്ട്. നോഹ എന്നൊരപ്പച്ചൻ്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയും. അദ്ദേഹം തൻ്റെ കൊച്ചുമകനായ കനാനെ ശപിക്കുന്നത് കാണുമ്പോൾ മദ്യപാനത്തിൻ്റെ വിപത്തുകളിലൊന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ നമ്മുടെ കുടുംബത്തിന് ശാപകാരണമായി തീരുകയും ചെയ്യും. വ്യത്യസ്തരായി ജീവിക്കുവാൻ, ഇതിൽ നിന്ന് വിട്ടൊഴിയുവാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് എന്തുകൊണ്ടും നമുക്കും നമ്മുടെ കുടുംബത്തിനും
എന്തിനാ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിനും ഏറ്റവും അനുഗ്രഹ കാരണം. ഇത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാകത്തുള്ളൂ. ഡോക്ടറോട് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചുകൊള്ളട്ടെ. താങ്കൾ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച വളർത്തപ്പെട്ടയാളാണല്ലോ. താങ്കളുടെ ആ ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ട് എന്നൊന്ന് പറയാമോ? എൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഫാമിലി വളരെ മതപരമായും സഭാസ്നേഹത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഡിസിപ്ലിനുള്ള ഫാമിലിയാണ്. അങ്ങനെ ഒരു വളരെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിലെ ഒരു ഡിസിപ്ലിനിലാണ് ഞാൻ വളർന്നത്. CSI സമുദായമായിരുന്നു ഫാദറിൻ്റെ, മദർ മാർത്തോമ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതിൽ വളരെ ആക്റ്റീവായിട്ട് കൊയറിലും സൺഡേ സ്കൂളിലും വളരെ നാട്ടിൽ ആയിരുന്ന സമയത്ത് ആക്റ്റീവായിട്ട് ഇടപെട്ടു. ട്രിവാൻഡ്രത്ത് വന്നിട്ടും അങ്ങനെ പള്ളിയിൽ ആക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ജനനത്തിൻ്റെ ഒരു അനുഭവത്തിൽ വളരെ പ്രിയപ്പെട്ട പലരിൽ കൂടിയും എന്നോട് വചനം മിനിസ്റ്റർ ചെയ്ത് അങ്ങനെ എൻ്റെ പഠിത്തം കഴിഞ്ഞ ശേഷമാണ് അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായത്. ഡോക്ടർ പറഞ്ഞു വരുന്നത് പിതാവ് CSI സമുദായത്തിലും മാതാവ് മർത്തോമ സമുദായത്തിലുമാണ്. താങ്കളിപ്പോൾ വീണ്ടും ജനിച്ച എന്ന് പറയുന്ന വേറൊരു സമുദായത്തിലാണോ? വീണ്ടും ജനിച്ച് ഞാൻ ആ പാരമ്പര്യമായ രീതിയിൽ തന്നെ കുറേ നാൾ ഞാൻ തുടർന്നു. അപ്പോൾ ദൈവസ്നേഹത്തിലും ദൈവവചനത്തിലും അറിവിലും ഒരു പരിധി വരെ വളരാനിടയായി. പക്ഷേ ആ റിലേഷൻഷിപ്പിൽ ഒരു പരിധിയിൽ കൂടുതൽ വളരാൻ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോൾ 5 വർഷം മുമ്പ് ആ പാരമ്പര്യമായ രീതികളൊക്കെ വിട്ട് വേറൊരു ദൈവത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാരുടെ ഒരു സഭയിലേക്ക് മാറാൻ ദൈവം ഞങ്ങൾ ലീഡ് ചെയ്തു. അങ്ങനെ അതിനുശേഷം ഒരു ദൈവത്തിൻ്റെ ശിഷ്യനായി വളരാനുള്ള ഒരു അനുഭവം, ഒരു വീണ്ടും ജനിച്ച ഒരു ശിശുവിൻ്റെ നിലവാരത്തിൽ നിന്ന് ഒരു പ്രായപൂർത്തിയായ ദൈവമകൻ, ഒരു ദൈവത്തിൻ്റെ ശിഷ്യനായി വളർന്ന ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടിയുള്ള ആ ദൗത്യവും നമ്മുടെ ആ ലക്ഷ്യവും മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ പ്ലാൻ മനസ്സിലാക്കാനും അതിലേക്ക് വളരാനുമുള്ള ഒരു സാഹചര്യം അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഡോക്ടർ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ വന്നു എന്നാണോ? ക്രൈസ്തവ മതവിശ്വാസത്തിൽ മുമ്പേ ഉണ്ടായിരുന്ന ആ വിശ്വാസത്തിൽ നിന്ന് മാറി യേശുവിനെ പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വളരാൻ സാധിച്ചു. ഇപ്പോൾ താങ്കൾക്കുള്ളത് ഒരു മതവിശ്വാസമല്ല, ഒരു ബന്ധമാണ് എന്നാണ്. മതവിശ്വാസം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആണ് നമ്മൾ സന്തോഷിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യത്തിൽ നമ്മൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളെ ബന്ധത്തിൽ വളരുന്നത്. യേശുവിനെ നമ്മൾ ദൈവത്തിന് നമ്മളുള്ള സ്നേഹം മനസ്സിലാക്കാനും ആ സ്നേഹം മൂലം യേശുവിനെ അയച്ച് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കാനും അങ്ങനെ സ്നേഹിക്കുന്ന പിതാവിലേക്കുള്ളൊരു ബന്ധത്തിലേക്ക് വന്ന ആ ദൈവിക കുടുംബത്തിൻ്റെ ഭാഗമാകാനും ഉള്ള ചാൻസ് കിട്ടിയപ്പോഴാണ് ആ ബന്ധത്തിലേക്ക് വളരാൻ സാധിച്ചത്. അപ്പോൾ ആ ബന്ധത്തിലേക്ക് വളർന്ന് ഒരു ശിഷ്യത്തിലേക്ക് നമ്മളൊരു പുതിയ ബോൺ അഗെയിൻ ആകുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാകുന്നു. അതോടുകൂടി ദൈവം നമുക്കൊരു മിനിസ്ട്രി തന്നിരിക്കുകയാണ്, നിരപ്പിൻ്റെ ഒരു ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുകയാണ്. ആ ശുശ്രൂഷയിലേക്ക് വളരാനും ആ ശുശ്രൂഷയിൽ നമ്മൾ വേറെ രീതിയിൽ ബിസിനസ്സിലും പ്രൊഫഷനിലൊക്കെ ആണെങ്കിലും ദൈവം നമുക്കൊരു മിനിസ്ട്രി തന്നിട്ടുണ്ട്. ഈ മിനിസ്ട്രി ഫുൾ ടൈം മിനിസ്റ്റേഴ്സിന് മാത്രമുള്ളതല്ല, എല്ലാ ദൈവമക്കൾക്കും ആ മിനിസ്ട്രി ഉണ്ട്. ആ ഒരു ബോധ്യത്തിലേക്ക് വളരാൻ. അപ്പോൾ ഡോക്ടർ സക്സസ് എന്ന് പറയുന്നത് നിർവചിക്കുന്നത് ഡോക്ടറിൻ്റെ വരുമാനത്തെയോ താങ്കൾ ഹാൻഡിൽ ചെയ്യുന്ന പേഷ്യൻസിനെ ഒന്നുമല്ല എന്നാണോ പറയുന്നത്? ലോകത്തിൻ്റെ നിലവാരത്തിൽ സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട്, നമ്മുടെ പൊസിഷൻസ് എത്രയാണ്, നമ്മൾ ഏത് കാറാണ് ഓടിക്കുന്നത്, നമുക്ക് വീട് എത്ര വലുതാണ്, നമുക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, എത്രത്തോളം ഇൻഫ്ലുവൻഷ്യലാണ് എന്നുള്ളതാണ്. പക്ഷേ ദൈവം നോക്കുമ്പോൾ സക്സസ് അതല്ല. ദൈവത്തിൻ്റെ കണ്ണിലുള്ള സക്സസ് നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ എത്ര നിൽക്കുന്നു, ദൈവത്തിന് നമുക്ക് വേണ്ടിയുള്ള പേർപ്പസ്, ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടിയുള്ള പ്ലാനാണ് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ബെസ്റ്റ് പ്ലാൻ. അത് നമ്മൾ എത്രത്തോളം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നു, അതാണ്. ആ സക്സസ്സിൽ മാത്രമേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. നമുക്ക് വളരെ റിച്ചായിട്ടുള്ള ആൾക്കാരും സെലിബ്രിറ്റീസും ഇതെല്ലാം ഉണ്ടായിട്ടും അവർക്ക് സന്തോഷമില്ലാതെ സൂയിസൈഡ് ചെയ്യുന്ന കഥകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊസിഷൻസോ നമ്മുടെ പവറോ നമ്മുടെ ഇൻഫ്ലുവൻസോ ഫാൻസോ നമുക്ക് സാറ്റിസ്ഫാക്ഷനോ ജോയോ തരുന്നില്ല. അപ്പോൾ ദൈവത്തോടുള്ള ആ ബന്ധവും റിലേഷൻഷിപ്പുമാണ് നമുക്ക് ശരിയായിട്ടുള്ള സന്തോഷവും ജോയും സാറ്റിസ്ഫാക്ഷനും സെക്യൂരിറ്റിയും തരുന്നതെന്നുള്ളതാണ്. ഡോക്ടർ പേഴ്സണലി അപ്പം ഡിസിപ്ലിൻഡ് ഒരു ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്യുന്ന ആളാണോ? ആ ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവവചനം ധ്യാനിക്കുന്നതിലും ഒരു ഡിസിപ്ലിൻ പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, നമ്മൾ
പ്രൊഫഷന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, എത്ര സമയം ഞാൻ പ്രൊഫഷന് വേണ്ടി നീക്കിക്കുന്നു, എത്ര സമയം എൻ്റെ സ്വന്തം കാര്യത്തിന്, എൻ്റെ ആത്മീയവും ശാരീരികവും മാനസികവും കുടുംബപരവുമായ കാര്യങ്ങൾക്ക് സമയം കൊടുക്കാതെ ഈ ഡോക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അവരുടെ പ്രൊഫഷന് വേണ്ടി അതിൽ മാത്രം സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന ഒത്തിരി പേര് ജീവിതത്തിൽ പരാജയം വരുന്നത് ഞാൻ കണ്ടു. ഡോക്ടറിൻ്റെ കുടുംബത്തിൽ ആരൊക്കെയാണെന്നൊന്ന് പറയാമോ? എൻ്റെ വൈഫ് കവിത ഒഫ്താൽമോളജിസ്റ്റാണ്. കാരക്കോണം മെഡിക്കൽ കോളേജിനോട് ബന്ധപ്പെട്ട് കഴക്കൂട്ടം മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. മകൻ കോളേജിൽ ഖരഗ്പൂരിലവൻ പഠിക്കുന്നു, ഫിസിക്സ് സെക്കൻഡ് ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc പഠിക്കുന്നു. മകൾ ബാംഗ്ലൂരിൽ ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്നുള്ള കോഴ്സ് ഫസ്റ്റ് ഇയർ. അപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഡോക്ടേഴ്സാണ്. സാധാരണ ഇങ്ങനെയുള്ള പ്രൊഫഷണൽസ് ഒരുമിച്ച് വരുന്ന കുടുംബങ്ങളിൽ തമ്മിൽ കാണാൻ പോലും സമയം കിട്ടത്തില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫാമിലിക്ക് വേണ്ടി താങ്കൾ സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഞങ്ങൾ തുടക്കം മുതലേ പ്രൊഫഷൻ അതിൻ്റെ റൈറ്റ് പ്ലേസിൽ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളൂ. എൻ്റെ വൈഫ് ആദ്യം ഫുൾ ടൈം ജോലിക്ക് പോകാതെ മക്കൾ ഒരു വളർന്നു വരുന്നവരെ പാർട്ട് ടൈമായിട്ട് മാത്രം ഒരു ആഴ്ചയിൽ തന്നെ 2-3 ദിവസം മാത്രം ജോലി ചെയ്തിരുന്നു. അപ്പം ഞാനും പ്രൈവറ്റ് പ്രാക്ടീസിനോ വീട്ടിലെ പ്രാക്ടീസിനോ ഈവനിങ്സ് മാറ്റി വെക്കാതെ അത് വേണ്ടെന്ന് വെച്ച് കുടുംബമായിട്ട് ചിലവഴിക്കാൻ അതൊരു വിസ്റ്റം ദൈവം നമുക്ക് തന്നു. അപ്പോൾ അങ്ങനെ പ്രൊഫഷണലി ഫുൾ ടൈം പ്രൊഫഷന് കൊടുത്താൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭൗതികമായ ഒരു വിജയത്തിലേക്ക് നമ്മൾ പോകും. പക്ഷേ അത് ഫൈനലി അത് ചില പരാജയത്തിലേക്ക് നയിക്കും. അപ്പോൾ അത് നമ്മൾ ടൈം ബാലൻസ്, നമ്മളുടെ പ്രയോറിറ്റീസ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക. നമ്മുടെ സമയമുള്ള സമയം നമുക്ക് അത്യാവശ്യമുള്ള കാര്യത്തിന് നീക്കി വെച്ചിട്ട് ബാക്കി കാര്യത്തിന് ഉപയോഗിക്കുക. ആ ഒരു ഡിസിപ്ലിൻ ചെയ്യാൻ ദൈവം ഒരു കൃപ തന്നിരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്തു. അപ്പോൾ കുടുംബത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയുമൊക്കെ ഡോക്ടർ ഇങ്ങനെ സമയം വേർതിരിക്കാം എന്ന് തീരുമാനമെടുത്തതുകൊണ്ട് താങ്കളുടെ പ്രൊഫഷണലായിരിക്കുന്ന ഇത് ചെയ്യാത്ത ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെക്കാൾ എന്തെങ്കിലും കുറവ് പറ്റിയെന്ന് തോന്നാറുണ്ടോ എപ്പോഴെങ്കിലും? പ്രൊഫഷണലി ഞാൻ ടോപ്പിൽ വന്നിട്ടില്ല, പക്ഷേ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡാണ്. അതിലല്ല, എനിക്ക് അതിലൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ല. എന്നെക്കാളും കൂടുതൽ നമ്പർ ഓഫ് പേഷ്യൻസിനെ നോക്കുന്ന ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഉണ്ട്. പ്രൈവറ്റ് പ്രാക്ടീസ് ഭയങ്കര സക്സസ്ഫുൾ രീതിയിൽ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞാൻ പ്രൈവറ്റ് പ്രാക്ടീസ് ആദ്യം വേണ്ടാന്ന് വെച്ചത് എൻ്റെ ഫാമിലി ടൈമിന് വേണ്ടിയാണ്. പക്ഷേ അതൊരു റോങ് ഡിസിഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ സിറ്റിയിലെ ഏറ്റവും പേരുള്ള ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റായിട്ട് വളരാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ പ്രൈവറ്റ് സെക്ടറിൽ ഗ്യാസ്ട്രോഎൻട്രോളജി പ്രാക്ടീസ് തുടങ്ങുമ്പോൾ മെഡിക്കൽ കോളേജിൽ മാത്രമേ ഗ്യാസ്ട്രോഎൻട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് മെഡിക്കൽ കോളേജിൽ പോകാൻ താല്പര്യമില്ലാത്ത ഗ്യാസ്ട്രോഎൻട്രോളജി രോഗമുള്ള എല്ലാവർക്കും കേറ്റർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനുവേണ്ടി ലിമിറ്റഡ് ടൈം മാത്രം ഗ്യാസ്ട്രോഎൻട്രോളജിക്ക് കൊടുത്തിട്ട് ബാക്കി എൻ്റെ പ്രൈവറ്റ് ടൈമായിട്ട് മാറ്റി വെച്ചു. അപ്പോൾ അതിൽ എനിക്ക് ആ പ്രൊഫഷനിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത് കൂടുതൽ വളർന്നേനെ. പക്ഷേ എനിക്കതിലൊരു റിഗ്രറ്റ് ഇല്ല. പ്രൊഫഷണലി വളരെ ഔന്നത്യത്തിലേക്ക് പോകുന്നവരും ഒരുപാട് പണം ഉണ്ടാക്കുന്നവരുമൊക്കെ എന്നാലും പോരാ പോരാ എന്ന് പറഞ്ഞ് ആ പണത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെ പിന്നാലെയും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തൃപ്തി ശരിക്കും ഡോക്ടർക്ക് ദൈവം തന്നതാണെന്നാണോ? അതെ അതെ. പൊസഷൻസിനും ധനത്തിനും ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരാൻ പറ്റില്ല. ഒരു ലിമിറ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് ഓൾവേസ് സംതിങ് ബിയോണ്ട് ദാറ്റ്. അപ്പോൾ അതൊരിക്കലും പൊസിഷൻ കൂടുതലുള്ളതുകൊണ്ടോ പ്രാക്ടീസ് കൂടുതലുണ്ടോ അതൊരു തൃപ്തി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ദാറ്റ് വിൽ ഓൺലി ബേൺ യു ഔട്ട്, നമ്മൾ ബേൺ ഔട്ടിലേക്ക് നയിക്കും. പക്ഷേ ശരിയായ ജോയും സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കാൻ എന്നെനിക്ക് പറ്റുന്നത് ആ സമയം ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് എനിക്ക്. ദൈവത്തോടുള്ള ബന്ധം താങ്കൾക്ക് സമാധാനവും സന്തോഷവും ഒരു തൃപ്തിയും ഒക്കെ നൽകി തരുന്നുണ്ട് അല്ലേ? ഈ ഡിവൈൻ ഹീലിംഗ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, മെഡിക്കൽ പ്രൊഫഷനും അതീതമായിരിക്കുന്ന ചില സൗഖ്യങ്ങൾ, ഇതൊക്കെ ഡോക്ടറിന് വിശ്വാസയോഗ്യമായി തോന്നുന്നുണ്ടോ? തീർച്ചയായും. അപ്പോൾ കൂടുതൽ നമ്മൾ മെഡിക്കൽ സയൻസിൽ മുന്നോട്ട് വരുമ്പോഴും പലതരം പേഷ്യൻസിനെ കാണുമ്പോഴും നമുക്കിത് ക്ലിയറായി മനസ്സിലാവും. ഈ മെഡിക്കൽ സയൻസിനോ അല്ല ഏത് സയൻസിലോ മനുഷ്യൻ്റെ എല്ലാ പ്രോബ്ലംസും ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവം തന്നെയാണ് ഈ മെഡിക്കൽ സയൻസൊക്കെ മനുഷ്യന് വെളിപ്പെടുത്തി തന്നത്. അത് മനുഷ്യർക്ക് ആശ്വാസം കിട്ടാനുള്ളൊരു മാർഗം ഡോക്ടർമാർ വഴി ഒരു പരിധിവരെ ആശ്വാസം കിട്ടും. ഡോക്ടർ പറയുന്ന ആ വിശ്വാസത്തിൽ പലരും മരുന്ന് കഴിക്കുന്നതിനോട് എതിരാണ്. അത് കുഴപ്പമില്ല അല്ലേ? അത് കുഴപ്പമുണ്ടോ? മരുന്ന് കഴിക്കുന്നതിനെതിരായത് അത് ഒരു വിശ്വാസത്തിൽ നിന്നാണോ അതൊരു ലീഗലിസത്തിൽ നിന്നാണോ എന്നുള്ള
ഒരു ചോദ്യമുണ്ട്. അപ്പം മരുന്ന് കഴിക്കുന്നത് തെറ്റാണ് എന്നുള്ള പഠിപ്പിക്കുന്ന ഒരു ഒരു ഗ്രൂപ്പിലാണെങ്കിൽ അത് മരുന്ന് കഴിച്ചാൽ ഞാൻ എൻ്റെ വിശ്വാസത്തിന് അഗൻസ്റ്റ് ആണെന്ന് വെച്ച് മരുന്ന് കഴിക്കാതിരുന്നാൽ അത് വിശ്വാസമല്ല. അങ്ങനെ പലർക്കും മരുന്ന് കഴിക്കാതെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം നമ്മളോട് നേരിട്ട് ഇടപെട്ട് ഐ ആം ഹീൽഡ് എന്നുള്ള ആ വിശ്വാസം ഉള്ളിൽ വന്ന ആൾക്ക് മരുന്ന് കഴിക്കാതിരുന്നത് അത് തെറ്റല്ല. അല്ലാതെ ദാറ്റ്സ് ആൻ ആക്ട് ഓഫ് ഫെയ്ത്ത്. പക്ഷേ ആക്ട് ഓഫ് ഫെയ്ത്ത് അല്ലാതെ ഒരു റൂളായിട്ട് മരുന്ന് കഴിക്കുന്നത് വിശ്വാസത്തിന് എഗൻസ്റ്റ് ആണെന്നുള്ള റൂൾ അനുസരിച്ച് മരുന്ന് കഴിക്കാതിരിക്കുന്നത് അതൊരു ശരിയായ കാര്യമല്ല. നമ്മളെ ദ്രോഹിക്കും, ഹാം ചെയ്യാം. അതൊരു ബുദ്ധിമോശമാണ് എന്നുള്ള അഭിപ്രായത്തിലാണ് ഡോക്ടർ. അത് വിശ്വാസത്തിൽ നിന്ന് അല്ലാത്ത എല്ലാം പാപമാണല്ലോ. അപ്പോൾ ആ മരുന്ന് കഴിക്കാതിരുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൽ നിന്നുള്ള ആ വിശ്വാസത്തിൽ നിന്നല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ ഗുഡ് തിങ്. ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഡോക്ടറുടെ അടുക്കൽ വന്നു, പ്രാർത്ഥന ആവശ്യപ്പെടുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ വേഴ്സായി വരികയാണ്, അദ്ദേഹം മരണത്തോടടുകയാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു നല്ല ഓപ്ഷനാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ഇതുണ്ടോ? ആ ഒരു കൺവിക്ഷൻ എനിക്കുണ്ട്. മനുഷ്യനും സയൻസിനും ലിമിറ്റേഷൻസ് ഉണ്ട്, ദൈവത്തിന് ലിമിറ്റേഷൻസ് ഇല്ല. അപ്പോൾ പ്രാർത്ഥനയിൽ സൗഖ്യമുണ്ട്. പ്രാർത്ഥനയിൽ നമുക്ക് സൗഖ്യം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഫെയിൽ ചെയ്യുന്നു അതിന് അർത്ഥമില്ല. എന്തുകൊണ്ടോ ദൈവസൗഖ്യം നമുക്ക് പ്രാപിക്കാൻ പറ്റിയില്ല. അത് പല കാര്യം കൊണ്ടായിരിക്കാം. നമ്മുടെ അൺബിലീഫ് ആയിരിക്കാം, അല്ലെ നമുക്കറിയാൻ വയ്യാത്ത വേറെ സ്പിരിച്വലോ മെൻ്റലോ റീസൺസ് ആയിരിക്കാം. പക്ഷേ പ്രാർത്ഥനയിൽ സൗഖ്യമുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്ന എല്ലാവരും സൗഖ്യം വരുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് ശക്തിയില്ലാന്നല്ല. അത് നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാനൊരു കാരണമല്ല. ദൈവിക സൗഖ്യം റിയലാണ്, പ്രാർത്ഥനയിൽ സൗഖ്യമുണ്ട് എന്നുള്ള അപൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ അവർക്ക് ഈ മനുഷ്യനും സയൻസും എല്ലാം പരാജയപ്പെടുമ്പോഴും പരാജയപ്പെടാത്തവനായ ദൈവത്തെ അവർ കാണിച്ചു കൊടുക്കാനുള്ളൊരു ബാധ്യതയും നമുക്കുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ നോക്കി ഇനി നിങ്ങൾക്ക് മെഡിക്കലി രക്ഷയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പേഷ്യൻ്റ് അല്ലെങ്കിൽ രോഗി പ്രത്യാശ കൈവിടേണ്ടെന്ന് ആവശ്യമില്ല. അദ്ദേഹത്തിന് വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കാം, അല്ലേ? അതെ. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് സൗഖ്യമായില്ലെങ്കിൽ ഒന്നുകൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മാർഗം, അല്ലേ? പ്രത്യാശ കൈവിടേണ്ട ആവശ്യമില്ല, ദൈവം ശക്തനാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ ഡോക്ടർ, താങ്കൾക്ക് ഇങ്ങനെയുള്ള കുറേ ബോധ്യങ്ങളുണ്ട്. ഒരു പ്രശ്നം വന്നാൽ പ്രാർത്ഥിക്കാനുള്ള ധൈര്യം, ഇതൊക്കെ താങ്കൾക്ക് ഈ പരിശുദ്ധാത്മാവ് നൽകി തരുന്നു എന്നാണോ? പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലുള്ള സത്യങ്ങൾ നമ്മുടെ സ്പിരിറ്റിലേക്ക് റെവലേഷനായി തരുന്നതാണ്. അപ്പോൾ നമ്മുടെ കൺവിക്ഷൻ അങ്ങനെ അത് നമ്മുടെ ഉറച്ച വിശ്വാസമാണ്. കാണാത്തതിൻ്റെ ഉറപ്പും ആശിക്കുന്നതിൻ്റെ പ്രത്യാശയുമായിട്ട് ആ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. ആ വിശ്വാസം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, നമ്മൾ കാണുന്ന കാര്യങ്ങൾക്ക് വിശ്വാസത്തെ മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ മകൻ ഖരഗ്പൂർ വെസ്റ്റ് ബംഗാളിലാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് അവിടെ പഠിക്കുന്നു. അവനവിടെ പലതരം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, പനി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം വിളിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും, അവനത് വിശ്വസിക്കും. നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ആ പനി മാറുന്നു. അങ്ങനെ നിരവധി തവണകൾ ഉണ്ടായി. ഡോക്ടറുടെ ശരീരത്തിൽ, എൻ്റെ ശരീരത്തിലും സ്വന്തമായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഓരോ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ അത് സ്വീകരിക്കാതെ നമ്മളതിനെ റിജക്റ്റ് ചെയ്ത് വിശ്വാസത്താലുള്ള സൗഖ്യം സ്വീകരിച്ച് അതിന് എഗൻസ്റ്റായിട്ട് നിൽക്കുന്ന ശക്തികളെ നമ്മൾ ശാസിക്കുമ്പോൾ ആ ലക്ഷണങ്ങൾ ഓരോന്നായിട്ട് മാറിപ്പോകുന്നു. അങ്ങനെ അസുഖം കാരണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ കഴിഞ്ഞ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. അപ്പോൾ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ നമ്മളത് ശാസിക്കുകയും വിശ്വാസത്തോടെ സൗഖ്യം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ലക്ഷണങ്ങൾ ഓരോന്നായിട്ട് മാറിപ്പോകുന്നതായിട്ട് ഞാൻ കാണും. അപ്പോൾ സ്വന്തം ജീവിതത്തിൽ ആ സൗഖ്യം വളരെ നിരവധി തവണകൾ ഞാൻ പോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണോ താങ്കൾക്ക് ലഭ്യമാകുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, വചനത്തിൻ്റെ ഉറപ്പിനാൽ. ഈ പരിശുദ്ധാത്മാവ് ചിലരിൽ വന്നു വസിക്കുന്നുവെന്നും അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെന്നും ഒക്കെ പറയുന്നത് ഇന്ന് സുപരിചിതമായ ഒരു കാര്യമാണ്. പക്ഷേ ഇത് പ്രാപ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞ് അന്യഭാഷയിൽ സംസാരിക്കുന്നവർ വെറുതെ ബഹളം വയ്ക്കുകയാണെന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. ഇതു സംബന്ധമായി ഒരു യഥാർത്ഥ കാഴ്ചപ്പാട് എന്താണ് ഡോക്ടർ? ക്രിസ്തുവിലേക്ക് വന്ന എല്ലാവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പക്ഷെ നാം പരിശുദ്ധാത്മാവിന് സറണ്ടർ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനോട് നമ്മെ തന്നെ, നമ്മുടെ നാവും നമ്മുടെ
മനസ്സും നമ്മുടെ ശരീരവും സറണ്ടർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധാത്മാവ് നിറയുക എന്നുള്ള അനുഭവം. അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് നമ്മൾ പഠിച്ചിട്ടില്ലാത്ത അന്യഭാഷകൾ സംസാരിക്കുക. അത് എൻ്റെ സ്വന്തം ജീവിതത്തിലും എല്ലാം ഞാൻ അനുഭവിക്കുന്നതാണ്. അത് ദൈവമായിട്ട് നമ്മുടെ ഭാഷയുടെ ആ ലിമിറ്റേഷൻസ് ഇല്ലാതെ ദൈവത്തിൻ്റെ പ്രസൻസിലേക്ക് ദൈവമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയാണ്. അത് നമ്മുടെ ആത്മാവിനെ വളർത്തും, നമുക്ക് ആശ്വാസം തരും, നമ്മൾ ആത്മീയമായി നമ്മളെ വളർത്തും. പിന്നെ ദൈവികമായ ജ്ഞാനം നമ്മുടെ ആത്മാവിലേക്കും നമ്മുടെ മനസ്സിലേക്കും നമ്മൾ ഒരു ദുർഘട സ്ഥാനത്ത് നമ്മൾ ആ രീതിയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ പ്രസൻസിൽ അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ ആ ഒരു വിസ്ഡവും ആ സമയത്തൊരു സമാധാനവും അനുഭവിക്കുന്ന എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഡോക്ടർ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കളെപ്പോലെയുള്ള അനേക ഡോക്ടേഴ്സ് കാണും. അവരവരുടെ പ്രൊഫഷണലിൽ പല തട്ടുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. പ്രത്യാശയറ്റതിൻ്റെ ആ വക്കിൽ നിൽക്കുന്ന, പ്രത്യാശ നശിച്ചു പോകുമെന്നുള്ള ആ വക്കിൽ നിൽക്കുന്ന ചില രോഗികൾ കാണും. ചിലർ ഈ വിശ്വാസം സംബന്ധിച്ച് ഒന്നും അറിയാത്തവരും കാണും. ഇവർ എല്ലാവർക്കും വേണ്ടി ഡോക്ടറിന് എന്തെങ്കിലും ഒരു സന്ദേശം പങ്കുവയ്ക്കുവാനുണ്ടോ? ഡോക്ടർമാർക്ക് വേണ്ടി ഞാൻ പറയാനുള്ളത്, നമ്മളെല്ലാം പ്രൊഫഷൻ ഫോളോ ചെയ്യുന്നവർക്കും ദൈവം ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജോലി മെഡിക്കൽ പ്രൊഫഷനാണ്, പാസ്റ്ററുടെ ജോലിയാണ് ദൈവിക ശുശ്രൂഷ എന്നുള്ളത് ഒരു തെറ്റായ ഇതാണ്. ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് വന്ന എല്ലാവർക്കും ദൈവ കുടുംബത്തിൻ്റെ അംഗം എന്ന രീതിയിൽ ദൈവം ഒരു മിഷൻ, ഒരു വിഷൻ, ഒരു മിനിസ്ട്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും ഓരോ ഓപ്പർച്യൂണിറ്റിയിലും എങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം എന്ന് നമ്മൾ മുമ്പാകെ ദൈവത്തിൻ്റെ സ്വരത്തിന് കാതുറക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മെ തന്നെ ഓപ്പൺ ചെയ്യണം. ആ യേശുവിൻ്റെ ക്രൂശിൽ ഫിനിഷ് ചെയ്യപ്പെട്ട ആ പ്രവൃത്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് അടുത്ത് വരിക, പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി സ്വീകരിക്കുക. ആ വിടുതലും വിജയത്തിലേക്ക് നമ്മൾ അതുവഴി നമുക്ക് പടിപടിയായി മുന്നേറാൻ പറ്റും. നമ്മൾ സാഹചര്യങ്ങളുടെ അടിമപ്പെട്ട് നമ്മൾ മനസ്സിലും മാനസികമായും ശാരീരികമായും അടിമപ്പെട്ട് വിഷമിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് വിടുതലും രക്ഷയും യേശുവിലൂടെ തന്നിരിക്കുകയാണ്. അത് നമ്മൾ സ്വീകരിച്ചാൽ മാത്രം മതി. കർത്താവിൽ പ്രിയരേ, ഇന്നത്തെ ആധുനിക ലോകം വിവരമില്ലാത്തവന്, വിവേകമില്ലാത്തവന് ഉള്ളതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്ന ഈ കാലയളവിൽ ബഹുമാന്യനായിരിക്കുന്ന ഡോക്ടറിനെ പോലെയുള്ള വിദ്യാസമ്പന്നനായ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണ്. സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ രക്ഷയ്ക്കായി എന്ന് പറഞ്ഞാൽ പാപക്ഷമയും മോക്ഷവും പ്രാപിക്കുവാൻ, കുടുംബജീവിതത്തിൽ സമാധാനം പ്രാപിക്കുവാൻ, എന്തുണ്ടെങ്കിലും കിട്ടാത്ത ആ സംതൃപ്തിയോടെ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കേണ്ടതിനും യേശുവിന് കഴിയും. അദ്ദേഹം ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ തക്കൊണ്ട് ഇടയായി. ഞാൻ കർത്താവിനെ അറിഞ്ഞ മറ്റൊരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയട്ടെ, ഞങ്ങൾക്കൊരുപോലെ പറയുവാൻ കഴിയുന്നൊരു കാര്യം, യേശു ക്രിസ്തുവിനെ നല്ലവനെന്ന് രുചിച്ചറിയുക. അവനെ ഒരു വട്ടം രുചിച്ചവൻ പിന്നെ അവനെ വിടുകയില്ല, നിശ്ചയം. അടുത്ത തവണ ഇതുപോലൊരു എപ്പിസോഡിലൂടെ വീണ്ടും നമ്മൾ സന്ധിക്കുവോളം കർത്താവിനോട് അടുത്ത് ജീവിക്കുക. അവൻ താങ്കളെ നിശ്ചയമായി അനുഗ്രഹിക്കും.